അതേ അറയിൽ വേറൊരു എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പോകും. എന്തും കൂടി ഉണ്ട്, സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. അവിടെയാണ് അറേ ഓഫ് സീറോ വെച്ചാൽ ആദ്യം വരുന്ന റോയാണ്. ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അറേനെ കുറിച്ച് പറഞ്ഞു. അറേൻ്റെ അതേപോലെ തന്നെ ഓപ്പറേഷൻസ്, ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്, അതുപോലെ ലാർജസ്റ്റ് നമ്പർ, അതുപോലെ തന്നെ സ്മോളസ്റ്റ് നമ്പർ, ഇങ്ങനെയുള്ള പല എലമെന്റ്സും കണ്ടുപിടിച്ചു. പിന്നെ അതുപോലെ തന്നെ അറേ എന്താണ് ടോട്ടലി നമ്മൾ പഠിച്ചു അല്ലേ. ഇന്ന് പറയാൻ പോകുന്നത് അറേ ആണ്, പക്ഷേ അതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ നോർമലി പഠിച്ച ഒരു അറേ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അറേ ഉണ്ടെങ്കിൽ ഇതിലാണ് 1 2 3 4 5 എന്ന് വെച്ചിട്ട് 0 1 2 3 4 ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, നോർമലി അറേ പഠിച്ചത്. പക്ഷെ ഇന്ന് പറയാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ 2D അറേ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ 2D അറേ എന്താണ്, എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. 2D അറേ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. നോർമലി 2D അറേ എന്ന് വെച്ചാൽ ആദ്യം 2D അറേ എന്താണെന്ന് ആദ്യം പറയാം, അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യും കൺസെപ്റ്റ് ക്ലിയർ ആവും. ഈ 2D അറേ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഹ്യൂജ് ഡാറ്റ നമുക്കിപ്പോൾ കുറച്ച് ഡാറ്റ അല്ലേ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. നമുക്കിനി മൾട്ടിപ്പിൾ ടേബിൾ രീതിയിൽ അല്ലെങ്കിൽ ഒരു മാട്രിക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. ഡാറ്റനെ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ടേബിൾ അല്ലെങ്കിൽ ഈ മാട്രിക്സ് എന്നുള്ള രീതിയിലാണെങ്കിൽ അതിനാണ് 2D എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ആയിട്ടുണ്ടാവില്ല, നന്നായിട്ട് അറിയാം. അത് എങ്ങനെയാണ്, എന്താണ്, അതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, എന്തിനാണെന്നുള്ളതും കൂടി ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇപ്പം നമ്മൾ ഒരു അറേ ഡിഫൈൻ ചെയ്യുമ്പോൾ റോസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ 1 2 3 4 5 ഇങ്ങനെയാണ്. ഇനി ഒന്നും കൂടി ആഡ് ചെയ്യാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യും, നേരെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യും. ആ അറേൻ്റെ ഉള്ളിലാണ് വീണ്ടും എന്ത് ചെയ്യുക, പോവാം. അതേ അറേയിൽ വേറൊരു എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പോകും. അത് ഇങ്ങനെ എന്ത് ചെയ്യും, റോസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. പക്ഷെ നമ്മൾ 2D അറേയിൽ ചെയ്യുന്ന അങ്ങനെയല്ല. ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് റോസും പിന്നെ കോളംസ് വൈസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ 2D അറേയിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ ബോർഡിൽ ഒരു അറേ എഴുതി കാണിക്കാം. 2 ഡൈമെൻഷണൽ അറേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, എഴുതിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ഡൈമെൻഷണൽ അറേ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ നോർമലി നമ്മൾ എന്ത് ചെയ്യും, ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇൻറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കും, ഒറ്റ സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ 2 സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. അതെന്താണെന്നും കൂടി പറയാം. പിന്നെ ഇത് നോർമലി നമ്മൾ എന്ത് ചെയ്യും, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും, എന്നിട്ട് ഇനീഷ്യലൈസേഷൻ ചെയ്യും. ഇതെന്ത് ചെയ്യും, സൈസാണ് നമ്മൾ എന്ത് ചെയ്ത് ഡിഫൈൻ ചെയ്തിട്ട് വാല്യൂ ഇനി കൊടുത്തിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കുക. ഇവിടെ 2 അറേ ഉണ്ട്. ആ 2 അറേ എന്താണ്, ആ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 3ഉം 1 4ഉം ആണ്. എന്താണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടത്, ഇപ്പം നോർമലി നമുക്ക് എന്ത് ചെയ്യണം, ഒരു അറേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 2 3 4 എന്നുള്ള ഒരു അറേ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇങ്ങനെ ഒരു അറേ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അറേയിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ARRലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അറേ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അറേ ഓഫ് 0 എന്ന് പറയുമ്പോൾ 1 കിട്ടും, 1 എന്ന് പറയുമ്പോൾ 2 കിട്ടും, 2 എന്ന് പറയുമ്പോൾ 3 കിട്ടും, 3 എന്ന് പറയുമ്പോൾ 4 കിട്ടും അല്ലേ. ശരിയാണ്. പക്ഷെ നോർമലി ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറേനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അറേ ഓരോന്നിനും എടുത്തിട്ട് നമുക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിലോ, ഇവിടെ ഒരു എന്തും കൂടി ഉണ്ട്, സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. അവിടെയാണ് മറ്റുള്ള അറേയുടെ ഡിക്ലറേഷൻ നടന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടെന്ന് വെച്ചാൽ ഓൾറെഡി വരച്ചിട്ടുണ്ട്. സംഭവം വരച്ചത് എന്താണെന്നുള്ളത് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചിരുന്ന അറേ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, റെപ്രസെൻ്റ് ചെയ്യുന്ന 1 ഡൈമെൻഷണൽ അറേ ആണ്. ഇത് മൾട്ടി ഡൈമെൻഷൻ ആണ്. അപ്പോൾ മൾട്ടി ഡൈമെൻഷൻ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താണ് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ ടോട്ടലി നമുക്ക് എത്ര ബോക്സ് ഉണ്ട് എന്നുള്ളത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു റോസ് 3, അതുപോലെ തന്നെ കോളംസ് 4 ആണ്. അപ്പോൾ നിങ്ങൾ ഒന്നില്ല ഇങ്ങനെ കണക്കൂട്ടിയാൽ മതി. 3 × 4 എത്രയാണ്, 12 ആണ്. അപ്പോൾ ആ 12 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ കിട്ടുന്നത്.
മനസ്സിലായോ? ആ 12ന്റെ ബോക്സ് ആണ്. ഒന്ന് കണക്കിട്ട് നോക്കി. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ 12 ആണ്. ആ 12 ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നത്. ഇതെങ്ങനെയാണ്, എവിടെയാണ് കോളം, എവിടെയാണ് റോസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ റോസ് എന്നുള്ളത് ഞാൻ പറഞ്ഞു, ഇതാ 0 1 2. അപ്പോൾ കാരണം എന്താ 3 ആണ്. അപ്പോൾ 3 എന്തുണ്ട്, 3 സൈസിലെ റോസ് ഉണ്ട് നമുക്ക്. ഇനി എന്താണ്, 4 കോളംസ് ആണ്. കോളംസ് 4 ഉണ്ടോ നോക്കാം. 1 2 3 4 ഉണ്ട്. പക്ഷെ 0th പൊസിഷൻ മുതലാണ് അറേ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 3 ഇവിടെ 2 എന്നുള്ളത് നമുക്ക് കിട്ടിയത് അല്ലേ. ഇനി ഇത് ഏത് പൊസിഷനാണ്, ഇത് അതുപോലെ തന്നെ ഇത് ഏത് പൊസിഷനാണ്, ഇത് ഏത് പൊസിഷനാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. നോർമലി നമ്മുടെ അറേ ആണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ 0th പൊസിഷൻ, 1 പൊസിഷൻ, 2nd പൊസിഷൻ ആണ്. പക്ഷേ മൾട്ടി ഡയമെൻഷൻ്റെ കാര്യത്തിൽ അതങ്ങനെയല്ല. അത് ടേബിൾ എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ടേബിൾ എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ അറയല്ലേ, അറയാകുമ്പോൾ നമ്മൾ നോർമലി എന്ത് ചെയ്യും, ARR ഓഫ് 0 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആദ്യത്തെ പൊസിഷൻ ഏതാണോ അത് കിട്ടി. പക്ഷെ മൾട്ടി ഡയമെൻഷണൽ അറേ ആദ്യത്തെ പൊസിഷനിലുള്ളത് ഏതാണെന്നുള്ളത് റോവും കോളും അനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അറേ ഓഫ് 0 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടൂല, നേരെ മറിച്ച് വീണ്ടും ഒരു അറേ ഓഫ് 0 എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് ആദ്യത്തേത് എന്നുള്ളത് റോ ആണ്. ഓക്കെ, റോ ആണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുക. പിന്നെ സെക്കൻഡ് വണ്ണാണ് എന്ത് ചെയ്യുന്നത്, കോളത്തിനെ കാണിക്കുക. അപ്പോൾ 0th പൊസിഷനിലുള്ള റോവും 0th പൊസിഷനിലുള്ള കോളം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെയാണ് കിട്ടുക അല്ലേ. 0th പൊസിഷനിലെ റോ ആണ്, അതുപോലെ തന്നെ കോളം 0th പൊസിഷനിലാണ്. ഇനി അടുത്ത ബോക്സിൽ എടുത്താൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും, 0th പൊസിഷനിലുള്ള റോ ആണ്, ശരിയാണ് അല്ലേ. 0th പൊസിഷനാണ് ഇത്. ഈ 0th പൊസിഷനിലുള്ള റോവും കോളം എന്നുള്ളത് 1th പൊസിഷനിലാണ് ഉള്ളത് അല്ലേ. 0th പൊസിഷനിലെ കോളം ഇവിടെ, 1th പൊസിഷനിലെ കോളം ഇവിടെ, സെക്കൻഡ് ഇവിടെ, തേർഡ് ഇവിടെയാണ് കോളംസ് ഉള്ളത്. പക്ഷെ റോസിന് വരുമ്പോൾ ഇവിടെയാണ് 1, ഇവിടെയാണ് 2. അപ്പോൾ നേരെ മറിച്ച് രണ്ടാമത്തെ നോക്കുമ്പോൾ എന്താണ്, 0th പൊസിഷനിലെ റോ, അതുപോലെ 1th പൊസിഷനിലുള്ള കോളം. അപ്പോൾ എവിടെയാണ്, ഇവിടെയാണ് ഉള്ളത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ കോളം റെപ്രസെൻ്റ് ചെയ്യുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പോകുമ്പോൾ 0th പൊസിഷനിലുള്ള റോവും അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിലുള്ള കോളം. ഇനി നേരെ താഴത്ത് ഇവിടെ എടുക്കുകയാണെങ്കിൽ 1th പൊസിഷനിലുള്ള റോവും അതുപോലെ തന്നെ 0th പൊസിഷനിലുള്ള കോളം അല്ലേ. ഇനി താഴത്ത് വരണമെങ്കിൽ സെക്കൻഡ് പൊസിഷനിലുള്ള റോ, അതുപോലെ 0th പൊസിഷനിലെ കോളം. ഇവിടെ വരുമ്പോൾ സെക്കൻഡ് പൊസിഷനിലുള്ള റോ, അതുപോലെ തന്നെ 1th പൊസിഷനിലെ കോളം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ അത് നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ കോഡിൽ എങ്ങനെയുള്ള വരിക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ കോളംസ് എന്നുള്ളതും 3 ആക്കുകയാണ്. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് എളുപ്പമാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റോസും കോളംസും എന്താണ് 3 3 ആണ്. 3 × 3 എത്രയായി, എത്ര, 9. മനസ്സിലായോ? 3 × 3 9 അല്ലേ. അപ്പോൾ 9 ടേബിൾ കോളംസും അതുപോലെ റോസും കൂടിയിട്ട് 9 ബോക്സാണ് നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അറേ എന്ന് വെച്ചാൽ, ഇപ്പോൾ അറേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ എൻ്റെ അറേ എന്ന് വെച്ചാൽ ഇപ്പോൾ 1 2 3. ഓക്കെ, പിന്നെ ഒരു കോളം വെച്ചിട്ട് വീണ്ടും 4 5 6. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ആയിട്ട് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ വരികയെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നോർമലി ഒരു അറേ എടുക്കുകയാണെങ്കിൽ അറേ ഓഫ് 0 കൊടുക്കുമ്പോൾ 0th പൊസിഷനും, അല്ലെ അറേ ഓഫ് 1 കൊടുക്കുമ്പോൾ 1 പൊസിഷനിലാണ് വരുന്നത്. പക്ഷേ 2D അറേയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, 2D അറേ നമ്മൾ ചെയ്യുന്നത് അറേ ഓഫ് 0 1 അല്ലെങ്കിൽ അറേ ഓഫ് 0 0. ഇങ്ങനെ വരുമ്പോൾ എന്താ വരിക എന്ന് വെച്ചാൽ, നിങ്ങൾ ചിന്തിക്കുക, അറേ ഓഫ് 0 വെച്ചാൽ ആദ്യം വരുന്ന റോയിലാണ്, റോൻ്റെ 0 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇവിടെ 0 എന്താണ്, അറേ ഓഫ് 0 എന്ന് പറയുമ്പോൾ റോ 0 ആണ്, കോളമും കൂടി 0 ആണ്. അപ്പോൾ ഏത് വാല്യൂ, ഫസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് നമുക്ക് പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു നമ്മുടെ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ 0th പൊസിഷനിലെ റോ, ഇത് റോ ആണ്, റോ 0 റോ 1 റോ 2 എന്നുള്ളത്. ഇവിടെ കോളം 1
കോളം 2 കോളം 3 എന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ ഒന്ന് നോക്കണം, സീറോത്ത് പൊസിഷനിലുള്ള കോളം എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇവിടെ 1 എന്നുള്ളത് പ്രിൻ്റ് ആവും. പിന്നെ സെക്കൻഡ് വൺ നോക്കുമ്പോൾ എന്താ, നമ്മൾ അറേ ഓഫ് 0 ആൻഡ് 1, അതായത് സീറോത്ത് പൊസിഷനിലെ റോ അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിലുള്ള സംഭവം ഏതാ, അത് ഏതായത് 2. മനസ്സിലായോ? 2 എന്നുള്ളത് ഇവിടെ വരും, 3 എന്നുള്ളത് ഇവിടെ വരും, 4 എന്നുള്ളത് ഇവിടെ വരും, 5 എന്നുള്ളത് ഇവിടെ വരും, 6 എന്നുള്ളത്. ഇപ്പം ഞാൻ വെറുതെ എന്ത് ചെയ്യും, അറേ ഓഫ് 1 ഇവിടെയും 1 എന്നുള്ളത് ഞാൻ എഴുതും. അപ്പോൾ ഇത് ഏത് വാല്യൂ ആയിരിക്കും? നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടണം. അറേ ഓഫ് 0 ഏതാ? 1 ഏതാ? 1 എന്നുള്ളത് റോ. അപ്പോൾ നോക്കും, റോ എന്നുള്ളത് 1 എന്നുള്ളത് ഇവിടെയാണ്. പിന്നുള്ളത് കോളം 1 ഏതാ? 0 1. അപ്പോൾ ഏതാണ്? ഇതാണ് 1. മനസ്സിലായോ? സോറി, ഇവിടെ ഒന്ന് തെറ്റിയിട്ടുണ്ട്. 0 1 2. ഓക്കെ, 1 2. അപ്പോൾ നോക്കണം, R എന്നുള്ളത് റോ എന്നുള്ളത് എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 ആണ്, 1 എന്നുള്ളത് കിട്ടി. ഇനി കോളം എന്നുള്ളത് 1 ആണ്, അതേതാ? 0 1. ഇതാണ്. അപ്പോൾ 5 എന്നുള്ള വാല്യൂ ആണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഏതാ? 0 നോക്കുമ്പോൾ 0 ഏതാ? റോത്ത് 0 ഇതാണ്. അപ്പോൾ 1 ഏതാ? 1 ഇതാണ്. അപ്പോൾ 2 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ 0 0 ആകുമ്പോൾ 1 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇത് കിട്ടാൻ എന്താ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അറേ ഓഫ്, അപ്പോൾ ഏതാ ഈ ആറുള്ളത്? ഏത് റോലാ? 1th റോ. അപ്പോൾ 1 എന്നുള്ളത് ഇട്ട് കൊടുക്കുക. പിന്നുള്ളത് ചിന്തിക്കേണ്ടത് ഏതാ? കോളം ഏത് കോളത്തിലുള്ള? 2. അപ്പോൾ എന്താ? ഇവിടെ 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി? നമുക്ക് ഈ 6 എന്നുള്ള വാല്യൂ കിട്ടി. ഇപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ 2 ഡയമെൻഷണൽ അറേ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച്, ഇനി ഇത് വെച്ചിട്ട് ഒരു ലൂപ്പ് ഇട്ട് ഫോർ ലൂപ്പ് ഇട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഡൗട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ ടെലിഗ്രാം ചാനലിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാം. കഴിഞ്ഞ വീഡിയോ ഈ സ്ക്രീനിൽ കാണുമ്പോൾ എലമെൻറ്റ്, ഒരു അറേയിലെ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എങ്ങനെ 2 ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുക, അസൈൻ ചെയ്യുക, അതെങ്ങനെയാണെന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, നോക്കാം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാണുന്ന കോഡ് റിമൂവ് ചെയ്യാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുക. ഓക്കെ, അതിനുവേണ്ടി നമ്മളൊരു ഡിക്ലെയർ ചെയ്യാണ് ഒരു 2 ഡയമെൻഷണൽ അറേ. അപ്പോൾ അറേന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, 2 സ്ക്വയർ ബ്രാക്കറ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തതിന് ശേഷം 2 ബ്രാക്കറ്റും കൂടി വീണ്ടും അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം അവിടെ 1, 2, 3 എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പുറത്ത് വന്നതിന് ശേഷം വീണ്ടും ഒരു കോമ ഇട്ടിട്ട് 2 ബ്രാക്കറ്റും കൂടി ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക, ചെയ്യുക. എന്നിട്ട് 4, 5, 6 എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 റോ അതുപോലെ തന്നെ 3 കോളം എന്നുള്ള ടേബിളാണ്. ആ രീതിയിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഈ ഡാറ്റ ഒന്ന് കിട്ടണം അല്ലേ. ഡാറ്റ എങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതിന് വേണ്ടി നമ്മൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എന്നുള്ളത് കൊടുത്തു. അറേ ഓഫ്, നമ്മൾ നോർമലി ഒരു അറേ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അറേ ഓഫ് 0 മുമ്പ് 0th പൊസിഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ 2 ഡയമെൻഷണൽ അറേയിൽ നമുക്ക് ഒരു പൊസിഷനിലെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അറേ ഓഫ് 0 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 0th പൊസിഷനിൽ ഏതാ ഉള്ളത്, നിങ്ങൾക്ക് ആ ഒരു ടേബിൾ നിങ്ങളെ മൈൻഡിൽ വരണം കേട്ടോ. ഒരു നിങ്ങൾ പണ്ട് ഇത് മാത്സ് പഠിക്കുന്ന ടൈമിൽ മാട്രിക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ടാവും. ലൈക്ക് അതുപോലെ തന്നെയാണിത്. അപ്പോൾ എന്ത് ചെയ്യുക, ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു എറർ ത്രോ ചെയ്യും, അതൊന്നുമില്ല. ഇവിടെ സെമിക്കോളം കൊടുക്കാത്തതാണ്. വീണ്ടും എന്ത് ചെയ്യുക, സെമിക്കോളം കൊടുത്ത് സേവ് ചെയ്തിട്ട് ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 1 എന്നുള്ളത് ഇവിടെ പ്രിൻ്റ് ആയി കിട്ടി. കാരണം എന്താ, 1th പൊസിഷനിലെ റോയും അതുപോലെ 0th പൊസിഷനിലെ റോയും 0th പൊസിഷനിലെ കോളമിലുള്ളത് 1 ആണ്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റോ 1 ആക്കി മാറ്റാം. എന്നിട്ട് എന്ത് ചെയ്യാം, സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. ജാവ സാമ്പിൾ ഡോട്ട്
ജാവ 4 പ്രിൻ്റ് ആവണം. ഇവിടെ നോക്കാം, കണ്ടോ നമുക്ക് 4 പ്രിൻ്റായി. കാരണം എന്താ, 4th പൊസിഷനിലുള്ളത് റോ 1th പൊസിഷനും കോളം 0th പൊസിഷനിലുള്ള വാല്യൂ എന്നുള്ളത് 4 ആണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ഇതിങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ജാവയിൽ ഈ 2 ഡയമെൻഷണൽ അറേ എന്നുള്ളത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ 2 ഡയമെൻഷണൽ അറേ പറയാൻ കാരണം എന്താ വെച്ചാൽ 2 ഡയമെൻഷണൽ അറേ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൺസെപ്റ്റ് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ലൂപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ സമയം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ലൂപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ലൂപ്പ് ഇടണമെങ്കിൽ തന്നെ 2 ലൂപ്പ് ഇടുക, ഒരു ഫോർ ലൂപ്പ് ഇട്ടതിന് ശേഷം ഫോർ എക്സാമ്പിൾ ഐൻ്റെ ഇട്ടാൽ ഐൻ്റെ ശേഷം ജെ ഇടുക. എന്നിട്ട് അറേൻ്റെ ലെങ്ത് എടുത്തിട്ട് ഔട്ടർ ലൂപ്പിൽ കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, അത് ഇട്ടിട്ട് ചെയ്ത് നോക്കുക. അതായത് അറേ ഓഫ് ഐ ആൻഡ് ഓഫ് ജെ എന്നുള്ള ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നിങ്ങൾ പ്രിൻ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഈ വാല്യൂ മൊത്തം പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ചെയ്തതിന് ശേഷം അതിലെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ഒന്ന് കണ്ടുപിടിക്കുക. ആ രീതിയിൽ ഒന്നൊക്കെ ചെയ്ത് നോക്കുക. ഓപ്പറേഷൻസൊക്കെ അതെങ്ങനെയാണ് എന്നുള്ള വാല്യൂസൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, അടുത്ത ടോപ്പിക്കായി നമ്മൾ എന്ത് ചെയ്യും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്.